നമസ്കാരം. അന്താരാഷ്ട്ര വ്യവസായ ഭൂപടത്തിൽ ഉൽപാദന മേഖലയിലെ ചൈനീസ് ആധിപത്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഭാരതം പുതിയ ചരിത്രം കുറിക്കുകയാണ്. ടയർ റബ്ബർ വ്യവസായങ്ങളിലെ അവിഭാജ്യ ഘടകമായ കാർബൺ ബ്ലാക്ക് കയറ്റുമതിയിൽ യൂറോപ്യൻ യൂണിയന്റെ ഏറ്റവും വലിയ വിതരണക്കാരായി ഭാരതം മാറിയിരിക്കുന്നു. വെറും 3 വർഷങ്ങൾക്ക് മുൻപ് വരെ കാർബൺ ബ്ലാക്കിനായി മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഒരു രാജ്യം ഇന്ന് ലോക വിപണിയിലെ കാർബൺ ബ്ലാക്കിന്റെ ഉത്പാദകരായി മാറിയത് അത്ഭുതകരമായ വേഗതയിലാണ്. 2021 യൂറോപ്പിലേക്ക് കേവലം 10,000 ടൺ മാത്രം കയറ്റുമതി ചെയ്തിരുന്ന ഭാരതം ഇപ്പോൾ 1.5 ലക്ഷം ടണ്ണായി വർദ്ധിപ്പിച്ചാണ് ചൈനയെ പിന്നിലാക്കിയത്. ഭാരതത്തിന്റെ ഈ വ്യവസായ കുതിപ്പ് ആഗോള വിപണിയിലെ ശക്തി സമവാക്യങ്ങളെ പാടെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഭാരതത്തിന്റെ ഈ വിജയത്തിന് പിന്നിൽ പ്രധാനമായും ശാസ്ത്രീയമായ ഉൽപാദന രീതികളും കുറഞ്ഞ ചെലവുകളുമാണ് ഉള്ളത്. ചൈന തങ്ങളുടെ കാർബൺ ബ്ലാക്ക് ഉൽപാദനത്തിനായി കൽക്കരിയിൽ നിന്നുള്ള ടാർ ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഭാരതം ക്രൂഡ് ഓയിൽ അധിഷ്ഠിത ഫീഡ് സ്റ്റോക്കുകളെയാണ് ആശ്രയിക്കുന്നത്. ചൈനയിലെ പരിസ്ഥിതി നിയന്ത്രണങ്ങളും അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവും അവരുടെ ഉൽപാദനത്തെ ബാധിച്ചപ്പോൾ ഭാരതത്തിന് കുറഞ്ഞ ചെലവിൽ മികച്ച ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുവാൻ സാധിച്ചു. നിലവിൽ ഭാരതത്തിന്റെ കാർബൺ ബ്ലാക്ക് കയറ്റുമതി പ്രതിവർഷം 20% എന്ന തോതിലാണ് വളരുന്നത്. ഇത് ചൈനയുടെ 4% വളർച്ചാ നിരക്കിനേക്കാൾ 5 മടങ്ങ് കൂടുതലാണ് എന്നത് ശ്രദ്ധേയമാണ്. ഭാരതത്തിലെ പ്രമുഖ കമ്പനികളായ PCBL, ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽ, ബിർള കാർബൺ എന്നിവരാണ് ഈ വിപ്ലവത്തിന് നേതൃത്വം നൽകുന്നത്. ഇതിൽ PCBL ലോകത്തിലെ തന്നെ 7ാമത്തെ വലിയ ഉൽപാദകരായി ഉയർന്നു കഴിഞ്ഞു. മുന്ദ്രയിലെ പുതിയ പ്ലാന്റുകൾ കൂടി സജ്ജമാകുന്നതോടെ ഇവരുടെ ഉൽപാദനശേഷി 10 ലക്ഷം ടണ്ണിലേക്ക് ഉയരും. ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽ പോലെയുള്ള കമ്പനികൾ സാധാരണ ടയർ ബ്ലാക്കിന് പകരം കൂടുതൽ ലാഭകരമായ സ്പെഷ്യാലിറ്റി കാർബൺ ഉൽപാദനത്തിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തിലെ കണക്കുകൾ പ്രകാരം ഈ കമ്പനികളെല്ലാം വലിയ ലാഭമാണ് ഉണ്ടാക്കുന്നത്. ഹിമാദ്രിയുടെ ലാഭത്തിൽ മാത്രം 37% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്പെഷ്യാലിറ്റി കാർബൺ ബ്ലാക്ക് വിപണി 2032 $15 ബില്യൺ മൂല്യമുള്ളതായി മാറുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ഗുണനിലവാരമുള്ള കാർബൺ ഉൽപാദനത്തിൽ ഭാരതം കൈവരിച്ച മികവ് വരും വർഷങ്ങളിൽ കൂടുതൽ വിദേശ വിപണികൾ കീഴടക്കാൻ സഹായിക്കും. 2027 5 ലക്ഷം ടണ്ണിന്റെ അധിക ഉൽപാദനശേഷി കൂടി കൈവരിക്കുന്നതോടെ ലോകത്തിലെ ഒഴിച്ചുകൂടാനാകാത്ത രാസവസ്തു വിതരണക്കാരായി ഭാരതം മാറും. ചൈന +1 എന്ന ആഗോള നയത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായി ഭാരതം മാറുന്നതിന്റെ വ്യക്തമായ തെളിവാണ് കാർബൺ ബ്ലാക്ക് വിപണിയിലെ ഈ അപ്രമാദിത്വം. വ്യവസായ സൗഹൃദമായ നയങ്ങളും സാങ്കേതിക തികവും ഒത്തുചേർന്നപ്പോൾ ഭാരതം ആഗോള നിർമ്മാണശാലയായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. 45 മിസൈൽ ആക്രമണങ്ങളും 2000-ഓളം ഡ്രോൺ പ്രഹരങ്ങളും ഏറ്റ് പശ്ചിമേഷ്യൻ കടലിടുക്കുകൾ കത്തുമ്പോഴും കാർബൺ ബ്ലാക്ക് കയറ്റുമതിയിൽ ഭാരതം കൈവരിച്ച നേട്ടം ആഗോള വ്യവസായ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഹോർമുസ് കടലിടുക്കിലെ ഇറാൻ അമേരിക്ക സംഘർഷവും കപ്പലുകൾ തടയുന്ന സാഹചര്യം നിലനിൽക്കെ തന്നെ ചൈനയെ വെട്ടിച്ച് യൂറോപ്പിന്റെ പ്രിയപ്പെട്ട വിതരണക്കാരനാകുവാൻ ഭാരതത്തിന് സാധിച്ചത് കൃത്യമായ തന്ത്രങ്ങളിലൂടെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒമാൻ വഴി കണ്ടെത്തിയ പുതിയ കപ്പൽ ചാലുകളാണ്. ഹോർമുസിലെ ഉപരോധങ്ങളെയും പരിശോധനകളെയും മറികടന്ന് ഇന്ത്യൻ കപ്പലുകൾ ഒമാൻ തീരത്തോട് ചേർന്ന് സുരക്ഷിതമായ പാതയിലൂടെ യൂറോപ്പിലേക്ക് ചരക്കുകൾ എത്തിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഇന്ത്യൻ ഫ്ലാഗ് വഹിച്ച കപ്പലുകൾ ഹോർമുസിലെ തടസ്സങ്ങൾക്കിടയിലും തന്ത്രപരമായി യാത്ര തുടർന്നത് ഭാരതത്തിന്റെ ഡിപ്ലോമാറ്റിക് സ്വാധീനത്തിന്റെ കൂടി ഫലമാണ്. ചൈനീസ് ഉൽപ്പന്നങ്ങളെ അപേക്ഷിച്ച് ഭാരതത്തിലെ കാർബൺ ബ്ലാക്കിനുള്ള ഗുണമേന്മയും കുറഞ്ഞ ചെലവുമാണ് മറ്റൊരു ഘടകം. ചൈന പരിസ്ഥിതി നിയമങ്ങൾ കടുപ്പിച്ചതും അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമം നേരിട്ടതും കാരണം ഉൽപാദനം കുറച്ചപ്പോൾ ഭാരതം ക്രൂഡ് ഓയിൽ അധിഷ്ഠിത ഫീഡ് സ്റ്റോക്കുകൾ ഉപയോഗിച്ച് ഉൽപാദനം വർദ്ധിപ്പിച്ചു. യുദ്ധസമാനമായ സാഹചര്യത്തിലും ഭാരതത്തിലെ PCBL, ഹിമാദ്രി തുടങ്ങിയ കമ്പനികൾ തടസ്സമില്ലാതെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുമെന്ന് യൂറോപ്യൻ കമ്പനികൾക്ക് ഉറപ്പ് നൽകി. ചൈനയെ അമിതമായി ആശ്രയിക്കുന്നത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ യൂറോപ്യൻ യൂണിയൻ ഭാരതത്തെ ഒരു വിശ്വസ്ത പങ്കാളിയായി കണ്ടു തുടങ്ങിയത് ഈ പ്രതിസന്ധി കാലത്താണ്. കടൽ മാർഗമുള്ള തടസ്സങ്ങൾ കണക്കിലെടുത്ത് ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിച്ചിട്ടും ഭാരതത്തിലെ ഉൽപാദന ചെലവ് കുറവായതിനാൽ അന്താരാഷ്ട്ര വിപണിയിൽ ചൈനീസ് ഉൽപ്പന്നങ്ങളെക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഭാരതത്തിന് കാർബൺ ബ്ലാക്ക് വിൽക്കുവാൻ സാധിച്ചു. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കിടയിലും ഭാരതം തങ്ങളുടെ നാവിക സാന്നിധ്യവും നയതന്ത്ര ബന്ധവും ഉപയോഗപ്പെടുത്തി ചരക്ക് നീക്കം സുഗമമാക്കി. ഗൾഫ് രാജ്യങ്ങളിലൂടെയുള്ള കരമാർഗമുള്ള വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തിയും കപ്പലുകൾക്ക് പകരമായി ചിലയിടങ്ങളിൽ ബദൽ മാർഗങ്ങൾ ആലോചിച്ചതും ഭാരതത്തിന് തുണയായി.
ചുരുക്കത്തിൽ യുദ്ധം തകർത്ത പശ്ചിമേഷ്യൻ സമുദ്രപാതകളെ നയതന്ത്രം കൊണ്ടും തന്ത്രപരമായ നീക്കങ്ങൾ കൊണ്ടും മറികടന്നാണ് ഭാരതം ചൈനയെ പിന്തള്ളി കാർബൺ ബ്ലാക്ക് വിപണിയിലെ രാജാവായി മാറിയത്. കാർബൺ ബ്ലാക്ക് ഉൽപാദനത്തിൽ ഭാരതം കൈവരിച്ച ആഗോള ആധിപത്യം കേവലം ഒരു വ്യവസായ നേട്ടം എന്നതിലുപരി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും തൊഴിൽ വിപണിക്കും പുതിയ ഊർജം പകരുന്ന ഒന്നാണ്. ചൈനയെ മറികടന്ന് യൂറോപ്യൻ യൂണിയന്റെ പ്രധാന വിതരണക്കാരായി മാറിയതോടെ ഭാരതത്തിലെ നിർമ്മാണ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് ദൃശ്യമാക്കുക. ഈ വ്യവസായ കുതിപ്പ് രാജ്യത്തെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലും ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിലും നിർണായകമായ പങ്ക് വഹിക്കും. ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനായി PCBL, ഹിമാദ്രി തുടങ്ങിയ പ്രമുഖ കമ്പനികൾ ഗുജറാത്തിലെ മുന്ദ്രയിലും പശ്ചിമ ബംഗാളിലും ഉൾപ്പെടെ പുതിയ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതും വിപുലീകരിക്കുന്നതും നേരിട്ടും അല്ലാതെയും പതിനായിരക്കണക്കിന് ആളുകൾക്ക് ജോലി ലഭിക്കാൻ കാരണമാകും. സാധാരണ ടയർ ബ്ലാക്കിന് പുറമെ ഉയർന്ന മൂല്യമുള്ള സ്പെഷ്യാലിറ്റി കാർബൺ നിർമ്മാണത്തിലേക്ക് കമ്പനികൾ മാറുമ്പോൾ കെമിക്കൽ എഞ്ചിനീയർമാർ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിദഗ്ധർ, പ്ലാന്റ് ഓപ്പറേറ്റർമാർ തുടങ്ങിയ ഉയർന്ന വൈദഗ്ധ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വലിയ അവസരങ്ങളാണ് തുറക്കപ്പെടുന്നത്. ഒരു വ്യവസായ ശൃംഖല വളരുമ്പോൾ അത് അനുബന്ധ മേഖലകളിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നു. കാർബൺ ബ്ലാക്ക് കയറ്റുമതിയിൽ പ്രതിവർഷം 20% വളർച്ച രേഖപ്പെടുത്തുന്നത് ലോജിസ്റ്റിക്സ്, പാക്കേജിംഗ്, ഗതാഗതം, തുറമുഖ പ്രവർത്തനങ്ങൾ എന്നീ മേഖലകളിൽ വലിയ തോതിലുള്ള തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കും. ഭാരതം ഒരു നെറ്റ് എക്സ്പോർട്ടറായി മാറിയതോടെ ആഭ്യന്തരമായി ഈ ഉൽപ്പന്നത്തിന്റെ ലഭ്യത വർദ്ധിക്കുകയും ഇത് ടയർ, റബ്ബർ നിർമ്മാണ മേഖലകളിൽ ചെറുകിട വ്യവസായങ്ങൾ കൂടുതൽ ആരംഭിക്കുവാൻ സംരംഭകർക്ക് പ്രചോദനമാവുകയും ചെയ്യും. ഇത്തരം ചെറുകിട യൂണിറ്റുകൾ വഴി പ്രാദേശിക തലത്തിൽ വലിയൊരു ജനവിഭാഗത്തിന് തൊഴിൽ നൽകുവാൻ സാധിക്കും. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ ശക്തിപ്പെടുത്തുന്ന ഘടകമാണ്. ചൈനയെ അപേക്ഷിച്ച് ഭാരതത്തിന് ലഭിക്കുന്ന ആഗോള സ്വീകാര്യത വരും വർഷങ്ങളിലും ഈ മേഖലയിലെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്താൻ സഹായിക്കും. ആത്മനിർഭർ ഭാരത് പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം കാർബൺ ബ്ലാക്ക് മേഖലയിലെ വിജയം ഒരു മാതൃകാപരമായ നേട്ടമാണ്. 2021 വരെ ഈ ഉൽപ്പന്നത്തിനായി ചൈനയെ അമിതമായി ആശ്രയിച്ചിരുന്ന ഭാരതം ഇന്ന് സ്വയം പര്യാപ്തത കൈവരിക്കുക മാത്രമല്ല, ലോകത്തിന് തന്നെ വിതരണം ചെയ്യാവുന്ന ശേഷി ആർജിക്കുകയും ചെയ്തു. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കുറയുന്നത് വഴി വിദേശ നാണ്യം ലാഭിക്കാനും രാജ്യത്തിന്റെ വ്യാപാര കമ്മി കുറയ്ക്കുവാനും ഭാരതത്തിന് സാധിക്കും. മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ വിപണികൾ കീഴടക്കുന്നത് ഭാരതീയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിലുള്ള ആഗോള വിശ്വസ്തതയുടെ തെളിവാണ്. പശ്ചിമേഷ്യൻ കടലിടുക്കുകളിൽ പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോഴും തളരാതെ ഉൽപ്പാദനവും കയറ്റുമതിയും തുടരാൻ കഴിഞ്ഞത് ആഭ്യന്തരമായുള്ള നിർമ്മാണ ശേഷി വർദ്ധിപ്പിച്ചതുകൊണ്ടാണ്. ഇത് ശത്രു രാജ്യങ്ങളുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങാതെ സാമ്പത്തികമായി സ്വതന്ത്രമായി നിൽക്കുവാൻ ഭാരതത്തെ പ്രാപ്തരാക്കുന്നു. സ്പെഷ്യാലിറ്റി കാർബൺ വിപണി 2032 $15 ബില്യൺ വളരുമെന്ന പ്രവചനങ്ങൾ ഭാരതത്തിന് വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. ആഗോള വിതരണ ശൃംഖലയിൽ ചൈനയ്ക്ക് പകരമായി ഒരു വിശ്വസ്ത പങ്കാളി തേടുന്ന ലോക രാജ്യങ്ങൾക്ക് ഭാരതം ഇന്ന് ഒരു വലിയ കരുത്തുറ്റ ബദലാണ്. ഈ മാറ്റം കേവലം ഒരു രാസവസ്തുവിൻ്റെ കയറ്റുമതിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് ഭാരതം ലോകത്തിൻ്റെ കെമിക്കൽ ഹബ്ബായി മാറുന്നതിൻ്റെ തുടക്കമാണ്. കൂടുതൽ നിക്ഷേപങ്ങൾ ഈ മേഖലയിലേക്ക് എത്തുന്നതോടെ ഗവേഷണ രംഗത്തും ഉൽപ്പാദന രംഗത്തും ഭാരതം കൈവരിക്കുന്ന മേധാവിത്വം വരും തലമുറയ്ക്ക് മികച്ച തൊഴിലവസരങ്ങളും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കും. ചുരുക്കത്തിൽ കാർബൺ ബ്ലാക്ക് വ്യവസായത്തിലെ ഈ മുന്നേറ്റം ഭാരതത്തെ ഒരു ആഗോള നിർമ്മാണ ശക്തിയായി മാറ്റുന്നതിനൊപ്പം തന്നെ കോടിക്കണക്കിന് ഭാരതീയരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ആത്മനിർഭർ ഭാരതം എന്ന ലക്ഷ്യത്തെ അർത്ഥവത്താക്കുന്നതിനും സഹായിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.